അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്നവർ. നമ്മൾ വീട് വെക്കാൻ എപ്പോഴും ഈ ഗൾഫുകാരായ പ്രവാസികളായ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ലോൺ എടുക്കും. വീട് എടുക്കാൻ ലോണാണ്, സ്ഥലം വാങ്ങിക്കാൻ ലോണാണ്. ഈ ലോൺ പലിശ ബാങ്ക് ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹറാമായ പ്രോപ്പർട്ടിയാണ്. നമ്മൾ വെക്കുന്ന വീട്, ആ വീടിന്റെ പെയിന്റും അതിന്റെ ചുമരും അതിന്റെ റൂഫും അതിന്റെ കമ്പിയും അതിന്റെ സിമെന്റും മണലും ഒക്കെ പലിശയുടെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ആ വീട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാവുക? ആ വീട്ടിലെ കുട്ടികളെ പൊളിച്ചുകൊണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അവിടെ പിശാചാണ് ഇടപെടുന്നത്. പിന്നെ അവിടുത്തെ ചിന്തകൾ പൈശാചിക ചിന്തകളാണ്. ആ ചുമരുകൾ ഹറാമ് കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ്. അതിന്റെ ഉള്ളിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇനി സംഭവിച്ചു പോയ തെറ്റാണ്. ആ വീടുകൾ ഇടിച്ചു പൊളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തൗബ ചെയ്ത് മടങ്ങി, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ഇനി ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്യും. അള്ളാഹുവിനോട് കുറ്റമേറ്റു പറയും, പടച്ചവനെ ഞാൻ ചെയ്ത് വല്ലാത്ത തെറ്റായിപ്പോയി റബ്ബേ. ഒരൽപ്പകാലത്തേക്കൊന്ന് കാത്തിരുന്നാൽ, ഒരൽപ്പം നമ്മളൊന്ന് ക്ഷമ പാലിച്ചിരുന്നാൽ അള്ളാഹു നൽകുമായിരുന്ന നിഅമത്ത് നമ്മൾ പെട്ടെന്ന് ധൃതിപ്പെട്ട് ചാടി നമ്മൾ മുമ്പോട്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. വീട് പൂർത്തിയാക്കാൻ ശമ്പളം കൊണ്ട് മാത്രമാണ് ഇവർ പക്ഷേ 10 കൊല്ലം എടുത്തുന്നത്. ഇക്കോട്ടെ, 10 കൊല്ലം കൊണ്ട് പൂർത്തിയായിക്കോ, നമ്മൾ ആരോടും കരാറില്ലല്ലോ 2 കൊല്ലം കൊണ്ട് തീർക്കുന്നത്. നമ്മൾ ഈ 2 കൊല്ലം കൊണ്ട് വീട് പണി തീർക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചതാണ്. അതിന് പിശാച് നമ്മൾ പ്രേരിപ്പിച്ച് പെട്ടെന്ന് ലോൺ എടുത്തേക്ക്. എങ്ങനെ? പലിശ ലോൺ. അത്തരം ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. തൗബ ചെയ്ത് മടങ്ങിയേ പറ്റൂ. നാളെ പരലോകത്ത് വരുന്ന സമയം ഈ തൗബ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, സ്വീകാര്യമായി തൗബയല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ, ഖബറിന്ന് എഴുന്നേറ്റ് മഹ്ശറായിലേക്ക് നടക്കുന്ന നടത്തം മുഴുവനും അപസ്മാര രോഗികളെ പോലെയാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കെ. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു അശ്ശൈത്താനു മിനൽ മസ്. പിശാചുബാധ ഏറ്റവനെ പോലെയാണ് നാളെ വരെ നടക്കുന്നത്. ലാ യഖൂമൂൻ, പരലോകത്ത് വരുമ്പോൾ അത് പ്രകടമായി കാണുക തന്നെ